നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏറ്റവും കൗതുകമുള്ള കാര്യമാണ് എത്രയാണ് ഭൂരിപക്ഷം, എത്രമാത്രം ഭൂരിപക്ഷത്തിനാണ് ഓരോ സ്ഥാനാർത്ഥിയും ഓരോ പാർട്ടിയും വിജയിച്ചു കയറിയത് എന്നുള്ളത്. ഇത്തവണയും നമ്മൾ ആ ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാകും കേരള നിയമസഭാ ചരിത്രത്തിലേക്ക് ഒരു സർവകാല റെക്കോർഡ്. ആ റെക്കോർഡ് മറ്റ് എവിടെ നിന്നുമല്ല ഉണ്ടാകുന്നത്, ആ റെക്കോർഡ് അങ്ങ് മലപ്പുറത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. ലീഗിന്റെ തേരോട്ടം, UDFന്റെ തേരോട്ടം ഉണ്ടായ 16 മണ്ഡലങ്ങളും UDF വിജയിച്ചു കയറിയ മലപ്പുറം ജില്ലയിൽ നിന്ന് മറ്റാരുമല്ല PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. മലപ്പുറം ജില്ലയിൽ നിന്നും 85,327 വോട്ടുകൾക്കാണ് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു കയറുന്നത്. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ വർഷം KK ശൈലജയുടേതാണെന്ന് നമുക്കറിയായിരുന്നു, 60,000-ൽ പരം വോട്ടുകൾ. ഇത്തവണ 85,327. വേങ്ങരയിൽ നിന്നും മലപ്പുറത്തു നിന്നാണ് എത്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ ജനവിധി തേടിയത്. ഇനി ഏറ്റവും കുറവ് ഭൂരിപക്ഷമാണ് നമ്മൾ നേരത്തെ, അതായത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ തൃശ്ശൂരിൽ ആകെ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് വലിയ കോട്ടം സംഭവിച്ചപ്പോൾ അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയത് തൃശ്ശൂർ ജില്ലയാണ്. വലിയ തോതിൽ ഇളകാതെ പോയത് അവിടെയാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും C രവീന്ദ്രനാഥ്, അദ്ദേഹം 126 വോട്ടുകൾക്കാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അതായത് ഈ കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിലും കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കൂടിയ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടി കടന്നിരിക്കുന്ന ഈ 85,000-ൽ പരം എന്നുള്ള ഈ നമ്പർ, അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.